Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. രാജ്യത്തെ പണപ്പെരുപ്പം 2.2% ആശങ്കയിലായിരിക്കുകയാണ് ജനങ്ങൾ. കഴിഞ്ഞ മാസം ബ്രിട്ടന്റെ വാർഷിക പണപ്പെരുപ്പ് നിരക്ക് 2.2% വർദ്ധിച്ചു. ഡിസംബറിന് ശേഷമുള്ള ആദ്യ വർധനവാണിത്. 2023 ജൂലൈയിൽ എനർജി വില കുറഞ്ഞതിന്റെ ഭാഗമായി മാസാമാസ വിലകളിൽ 0.4% ഇടിവ് നേരിട്ടതുമായുള്ള താരതമ്യമാണ് ഈ വർധനവിന് ഇടയാക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് 2.75% ഉയർന്ന ശേഷമാകും വീണ്ടും തിരിച്ചിറങ്ങുകയെന്ന് കേന്ദ്ര ബാങ്ക് പ്രവചിക്കുന്നു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വന്നതോടെയാണ് ഗവൺമെന്റിന്റെ ജീവിത ചെലവ് പ്രതിസന്ധി കണക്കാക്കുന്ന അടിസ്ഥാന ഘടകം വീണ്ടും ഉയർന്നതായി വ്യക്തമാകുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പണപ്പെരുപ്പം 2% നിലനിർത്താനാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം ഈ വർധന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും വിപണിയും പ്രതീക്ഷിച്ചതുമാണ്. ഇതിനിടെ UK പാവപ്പെട്ട കുടുംബങ്ങൾ ഉയർന്ന ഭക്ഷ്യവിലക്കയറ്റം നേരിടുന്നതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ സ്റ്റഡീസ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും ട്വിറ്ററിന്റെ പുതിയ മുഖമായ എക്സ് ഉപേക്ഷിക്കുന്നത് പരിഗണിക്കേണ്ട സമയമായെന്ന് ലിവർപൂൾ മേയർ സ്റ്റീവ് റോതറാം. രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും എലോൺ മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോം കൂട്ടത്തോടെ ഉപേക്ഷിക്കുന്നത് പരിഗണിക്കേണ്ട സമയമായെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ലിവർപൂൾ മേയർ സ്റ്റീവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിച്ച തെറ്റായ വിവരങ്ങൾ മൂലം ലിവർപൂളിൽ ഉണ്ടായ കലാപത്തിന് ശേഷമായിരുന്നു മേയറുടെ ഈ പ്രതികരണം. 2 ആഴ്ച മുമ്പ് ലിവർപൂളിലെ സൗത്ത് പോർട്ടിൽ 3 പെൺകുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി മുസ്ലിം കുടിയേറ്റക്കാരനാണെന്ന് തെറ്റായ വാർത്തയായിരുന്നു എക്സിലൂടെ പ്രചരിച്ചത്. ഇത് തീവ്ര വലതുപക്ഷ ചിന്തകർക്കിടയിൽ കൂടുതൽ മുസ്ലിം വിരുദ്ധ വികാരങ്ങൾ സൃഷ്ടിക്കുകയും കലാപത്തിന് കാരണമാവുകയും ചെയ്തു. ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ കൂട്ടത്തോടെ പിന്മാറണമോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് മേയർ വ്യക്തമാക്കി. 2 ലേബർ എംപിമാർ നിലവിൽ തന്നെ ഈ പ്ലാറ്റ്ഫോം ഉപേക്ഷിച്ചതായി തിങ്കളാഴ്ച ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി സെലക്ട് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റ് 2 ലേബർ എംപിമാർ തങ്ങൾ മറ്റ് ഓപ്ഷനുകൾ പരിഗണിക്കുകയാണെന്നും വ്യക്തമാക്കി. ഹിത്രൂ വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരിൽ 90,000 പേരുടെ കുറവ്. വിമാനത്താവളം വഴി സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുറവ് വന്നതായി റിപ്പോർട്ടുകൾ. ഏതാണ്ട് 90,000 യാത്രക്കാരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2023 നവംബറിൽ മുൻ കൺസർവേറ്റീവ് സർക്കാർ ഏർപ്പെടുത്തിയ ഇലക്ട്രിക് ട്രാവൽ ഓതറൈസേഷൻ സിസ്റ്റം മൂലമാണിത്. വിസയോ നിയമപരമായ റെസിഡന്റ് പെർമിറ്റോ ഇല്ലാത്ത എന്നാൽ ബ്രിട്ടനിൽ പ്രവേശിക്കുകയോ ഇതുവഴി ട്രാൻസിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന 7 മധ്യപൂർവ്വ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഈ ഡിജിറ്റൽ പെർമിറ്റ് ആവശ്യമുള്ളത്. കുട്ടികളും ശിശുക്കളും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിക്കും 10 പൗണ്ട് വീതമാണ് ഇതിനായി ചിലവ് വരിക. വരുന്ന വസന്തകാലത്തോടെ ഇത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ബാധകമാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഹിത്രൂ അധികൃതർ പുതിയ ലേബർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുവാനാണ് ഈ പദ്ധതി പരിഷ്കരണമെന്നാണ്. ETE നടപ്പിലാക്കിയതിനു ശേഷം ഹിത്രൂ വിമാനത്താവളത്തിൽ 90,000 യാത്രക്കാരുടെ കുറവുണ്ടായതായി അവർ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത് ബാധകമായ 7 രാജ്യങ്ങളിൽ നിന്നും അതുപോലെ ആ രാജ്യങ്ങളിലേക്കുമുള്ള യാത്രക്കാരുടെ എണ്ണത്തിലാണ് ഇപ്പോൾ കുറവുണ്ടായിട്ടുള്ളത്. ഇനി നാട്ടിലെ വാർത്തകൾ. കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി. മദ്യനയ അഴിമതി കേസിൽ ജയിലിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. കേസ് 23-ന് വീണ്ടും പരിഗണിക്കും. CBIയുടെ അറസ്റ്റും റിമാൻഡും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും ജാമ്യം തേടിയും നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയിൽ നൽകിയിരുന്നത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്വൽ ഭുയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. നേരത്തെ 2 ഹർജികളും ഡൽഹി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ജാമ്യം തേടി കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടി ജാമ്യം നേടിയാലേ കെജ്രിവാളിന് ജയിലിൽ നിന്നും ഇറങ്ങുവാനാകും. മാർച്ച് 21-നാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു. കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന EDയുടെ വാദത്തിനേറ്റ് തിരിച്ചടിയായിരുന്നു കോടതി വിധി. വ്യാജ പരസ്യത്തിൽ ബാബ രാംദേവിന് താക്കീത്. പതഞ്ജലിക്കെതിരായ കോടതി അലക്ഷ്യ കേസ് സുപ്രീം കോടതി അവസാനിപ്പിച്ചു. പതഞ്ജലിക്കെതിരായ കോടതി അലക്ഷ്യ കേസ് സുപ്രീം കോടതി അവസാനിപ്പിച്ചു. വ്യാജ പരസ്യങ്ങളിൽ താക്കീത് നൽകിയാണ് സുപ്രീം കോടതിയുടെ നടപടി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ മാപ്പപേക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചു. ജസ്റ്റിസ് ഹിമ കോഹ്ലി, ജസ്റ്റിസ് ഹസനുദ്ദീൻ അമനുള്ള എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കോടതി ഉത്തരവുകൾ ലംഘിക്കരുതെന്ന് പതഞ്ജലി സ്ഥാപകരായ ബാബ രാംദേവിനും ആചാര്യ ബാലകൃഷ്ണയ്ക്കും സുപ്രീം കോടതി കർശന മുന്നറിയിപ്പ് നൽകി.
തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോഗ്യ പരസ്യങ്ങൾ കോടതിയലക്ഷ്യ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. മരിച്ചുപോയെന്ന് കരുതിയ കുഞ്ഞിനെ എന്തിനാണ് അമ്മത്തൊട്ടിലിൽ നൽകാൻ കൈമാറിയത്? ഗർഭധാരണവും പ്രസവവും രഹസ്യമാക്കി വെക്കുവാൻ ചോരക്കുഞ്ഞിനെ മറവ് ചെയ്ത സംഭവത്തിൽ പ്രതികളിൽ നിന്ന് പോലീസ് തേടുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിന് പ്രധാനമായും ചോദിച്ചറിയുവാനുള്ളത്. 2-3 പ്രതികളായ തോമസ് ജോസഫ്, ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്നിവരെ ഇന്ന് ചേർത്തല കോടതി പൂച്ചാക്കൽ പോലീസിന് കസ്റ്റഡിയിൽ നൽകി. വൈദ്യപരിശോധനകൾക്ക് ശേഷം ചോദ്യം ചെയ്യൽ തുടങ്ങും. പിന്നീട് തെളിവെടുപ്പുകൾ നടത്തും. 1-ാം പ്രതിയും കുഞ്ഞിന്റെ അമ്മയുമായ പാണാവള്ളി ആനമുട്ടിച്ചിറയിൽ ഡോണ ജോജി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലും റിമാൻഡിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ്. ഡോണ ഡിസ്ചാർജ് ആയ ശേഷമേ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാകൂ. ഡോണയുടെ ആൺസുഹൃത്താണ് 2-ാം പ്രതി തോമസ് ജോസഫ്. ഡോണയുടെ മൊഴികളിലെ പൊരുത്തക്കേടാണ് പോലീസിന്റെ തലവേദന. ജനിച്ച ശേഷം ഒരിക്കൽ കരഞ്ഞെന്നും പിന്നീട് കരഞ്ഞില്ലെന്നും മരിച്ചു പോയിരിക്കുമെന്നും കരുതിയെന്നുമാണ് ഡോണയുടെ മൊഴി. അമ്മത്തൊട്ടിലിൽ നൽകാനാണ് കുഞ്ഞിനെ തോമസ് ജോസഫിന് കൈമാറിയതെന്ന് മറ്റൊരു മൊഴി. മരിച്ചുപോയെന്ന് കരുതിയ കുഞ്ഞിനെ എന്തിനാണ് അമ്മത്തൊട്ടിലിൽ നൽകുവാൻ പറഞ്ഞതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രസവിച്ച ഉടനെ തനിക്ക് ബോധം പോയെന്നും ഏറെ നേരത്തിന് ശേഷമാണ് ബോധം വന്നതെന്നും ഡോണ പറഞ്ഞതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. തൃശൂർ പൂരം പഴയ പെരുമയോടുകൂടി നടത്തുമെന്ന് സുരേഷ് ഗോപി. ജനങ്ങളുടെ ഉത്സവമായി ഇതിനെ മാറ്റും. ഇത് ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണ്. സംഘർഷങ്ങളൊന്നുമില്ലാതെ തൃശൂർ പൂരം മനോഹരമായി നടത്തിയിരുന്ന, അതുകണ്ട് ആസ്വദിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഹിതകരമല്ലാത്ത ചില സംഭവങ്ങളുണ്ടായി. പൂരം ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പൂരത്തിന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ, അത് നിയമമാണ്. എന്നാൽ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ അത് മാറണം. കോടതിയെ ഈ വിഷയം ധരിപ്പിക്കുവാനും സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തി പൂരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് യോഗങ്ങൾ വിളിച്ചു കൂട്ടിയത്. ഇതുപോലെ 4-5 യോഗങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ ഉത്സവമായി പൂരത്തെ മാറ്റുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. യൂലിയൻ അൽവാരസ് മാഞ്ചസ്റ്റർ സിറ്റി വിട്ടു. 690 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീന താരം യൂലിയൻ അൽവാരസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിഡ്. 7.5 കോടി യൂറോയ്ക്കാണ്, ഏകദേശം 690 കോടി രൂപയ്ക്കാണ് 24-കാരൻ സ്ട്രൈക്കറിനെ അത്ലറ്റിക്കോ സ്വന്തമാക്കിയത്. ഇതിനു പുറമെ 2.5 കോടി യൂറോ ബോണസായി അൽവാരസിന് നൽകുമെന്ന് റിപ്പോർട്ടുമുണ്ട്. 2030 വരെയാണ് ക്ലബ്ബുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 19-ാം നമ്പർ ജേഴ്സി ആയിരിക്കും അത്ലറ്റിക്കോയിൽ അൽവാരസിന് ലഭിക്കുകയെന്നാണ് വിവരം. അർജന്റീന ക്ലബ് റിവർ പ്ലേറ്റിൽ നിന്ന് 2022 $1.8 കോടി അൽവാരസ് സിറ്റിയിൽ എത്തിയത്. ഇംഗ്ലീഷ് ക്ലബിനൊപ്പം 2 പ്രീമിയർ ലീഗ് കിരീടം, ചാമ്പ്യൻസ് ലീഗ്, FA കപ്പ്, ലോകകപ്പ് എന്നിവ നേടിയ ശേഷമാണ് അൽവാരസ് സ്പാനിഷ് ലീഗിലേക്ക് ചുവടുമാറ്റുന്നത്. സിറ്റിക്കായി 103 മത്സരങ്ങൾ കളിച്ച താരം 36 ഗോളുകൾ നേടിയിട്ടുണ്ട്. കോപ്പ അമേരിക്കയും ഫുട്ബോൾ ലോകകപ്പും നേടിയ അർജന്റീന ടീമിലും അംഗമായിരുന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.81 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.